രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ധർമ്മപദമാണ്. ധർമ്മപദത്തിൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. 217 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം 217 തൊട്ട് കാണുക, സമയം കിട്ടുമ്പോൾ ഒന്നേന്ന് കാണുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ്. പിന്നെ അതേ കണക്ക് ഇത് ശരിക്കും ധർമ്മപദമല്ല, ഇറില്ല, ധമ്മപദമാണ്, ധമ്മപദം. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്, ഇവിടെ വന്ന് പഠിക്കാം. ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോഴിക്കോട്, കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായി നിങ്ങൾ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് നോക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. അതേ കണക്ക് അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് കൊണ്ട് നോക്കണം. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ സൂത്രങ്ങളിലേക്ക് വരാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനേ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. രാധികാ കവചം 2 ഉണ്ട്. അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ രാധികാ കവചം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ പ്രത്യേകമായിട്ടെടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും ആ ക്ലാസ് കേൾക്കുകയും പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ ചൊല്ലുന്നത് കേട്ടിട്ട് പറ്റുമെങ്കിൽ ആ ഈണത്തിനൊത്ത് തന്നെ ചൊല്ലാനായിട്ട് ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. രാധികാ കവചം കേട്ടതിന് ശേഷം മാത്രമേ അതായത് രാധികാ കവചം ചൊല്ലിയിട്ട് രാധാ സഹസ്രനാമം ചൊല്ലാവൂ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്. അത് നിശ്ചയമായും കാണണം. അപ്പോൾ നമുക്ക് ആ ധർമ്മപദത്തിൻ്റെ സൂത്രങ്ങളിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താണ് പറയുന്നത്? കുറവുകളില്ലാത്ത പാതയെ നിശബ്ദം സ്വീകരിക്കുന്ന മനുഷ്യന് ജീവിതം ദുഷ്കരമത്രേ. കുറവുകളില്ലാത്ത പാതയെ നിശബ്ദം സ്വീകരിക്കുന്ന മനുഷ്യനു ജീവിതം ദുഷ്കരമത്രേ. ശുദ്ധിയോടെ നിസ്സംഗതയോടെ ഊർജസ്വലതയോടെ അയാൾ പ്രകാശത്തെ കാണുന്നു. ശുദ്ധിയോടെ നിസ്സംഗതയോടെ ഊർജസ്വലതയോടെ അയാൾ പ്രകാശത്തെ കാണുന്നു. കൊല്ലുകയോ നുണ പറയുകയോ മോഷ്ടിക്കുകയോ മദ്യപിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം വേരു തോണ്ടുകയാണ്. കൊല്ലുകയോ നുണ പറയുകയോ മോഷ്ടിക്കുകയോ മദ്യപിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം വേരു തോണ്ടുകയാണ്. ഇതാണ് ധമ്മപദത്തിൻ്റെ സൂത്രം. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ
but life is hard for the man who quietly undertake the way of perfection. With purity, detachment and vigor, he sees life. If you kill, lie or steal, commit adultery or drink, you dig up your own roots. ഇതാണ് ഇന്നത്തെ സൂത്രം. ശ്രദ്ധിച്ചു കേട്ടോ. ശ്രീ ബുദ്ധ ഭഗവാൻ എന്താണ് പറയുന്നത്? അതായത് തടവറയിൽ കഴിയുക, നമ്മുടെ ജയിലിൽ കഴിയുക, അല്ലെ? പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിടുന്ന ജയിൽ. ആ ജയിലിൽ കഴിയുക സത്യത്തിൽ വളരെ സുഖകരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ജയിലിനുള്ളിൽ നിങ്ങൾ വളരെ സുരക്ഷിതരാണ്, അല്ലെ? നിങ്ങളെ ആർക്കും ജയിലിനകത്ത് വെച്ച് കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ കാവൽക്കാരുണ്ട്. ജയിലിനകത്ത് നിങ്ങൾ എന്തുകൊണ്ടും സുരക്ഷിതയാണ്. പലയിടത്തും രാജാക്കന്മാർക്കുള്ളതിനേക്കാൾ സുരക്ഷിതത്വം തടവിൽ കിടക്കുന്നവനുണ്ട്. രാജാക്കന്മാർ പലരും കൊന്നിട്ടുണ്ട്, പക്ഷെ തടവിൽ കിടക്കുന്നവരെ കൊല്ലപ്പെട്ടിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആഹാരം കിട്ടുന്നു, നിങ്ങൾക്ക് ജോലിക്കെങ്ങും പോകണ്ട, നാളെയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പോൾ അത് കിട്ടും, ഉച്ചയ്ക്ക് ലഞ്ചിന് സമയമാകുമ്പോൾ ചോറ് കിട്ടും, വൈകുന്നേരം അത്താഴത്തിന് സമയമാകുമ്പോൾ അത്താഴം കിട്ടും. വലിയ വിഭവസമൃദ്ധമായ സദ്യ അല്ലെന്നേ ഉള്ളൂ. അത് ഇപ്പോഴത്തെ ജയിലിലാണെങ്കിൽ പിന്നെ പറയണ്ട, സുഖ സൗകര്യമാണ്. മുട്ടയുണ്ട്, ഇറച്ചിയുണ്ട്, ആഴ്ചയിൽ ഇത്ര ദിവസം ഇറച്ചി, ഇത്ര ദിവസം മീന്. അപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയങ്കര ഫ്രീ ആണ്. നാളെ കടക്കാരൻ വരുമെന്നോ കടം കൊടുത്തവൻ വരുമെന്നോ നാളത്തേക്ക് എങ്ങനെ ജീവിക്കുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് നാള് നമ്മൾ ജയിലിൽ കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചാലോ, ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ നമുക്ക് പിന്നെ ആഗ്രഹം കാണത്തില്ല. അത്രയ്ക്ക് സുഖമാണ് ജയിലിൽ കൊടുക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ജയിലെന്ന പേര് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അവിടെ നമുക്ക് അത്രയ്ക്ക് സുഖങ്ങൾ കിട്ടും. ഇനി അവിടെ നിന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വന്നാലോ, ഉടൻ തിരിച്ചു പോകാൻ ആഗ്രഹം. കാരണം നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നാൽ കഷ്ടപ്പെടണം, മേലനങ്ങി പണിയെടുക്കണം. മനസ്സിലല്ലേ? നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ വേണ്ടി വരും. ഇത് യാതൊന്നുമില്ല. അപ്പോൾ പുറം ലോക ജീവിതം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കുറ്റവാളികൾ വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു പങ്കും. അവരെ ജയിൽ ബേർഡ്സ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ജയിൽ ബേർഡ്സ്, തടവറ പക്ഷികൾ. ബുദ്ധൻ പറയുന്നു, നിങ്ങളും ഒരു തരത്തിൽ ജയിൽ ബേർഡ്സ് ആണ്, തടവറ പക്ഷികളാണ്. അതായത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് തടവറയിൽ പാർപ്പിക്കുന്ന ഒരു കുറ്റവാളിക്ക് സകല സംരക്ഷണവും ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഒരുത്തനെ കൊന്നിട്ടാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ ആ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ നിങ്ങളെ കൊല്ലുമെന്ന് പേടിക്കണ്ട. പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ തട്ടും. ജയിലിൽ കിടക്കുമ്പം സുരക്ഷിതയാണ്. ഇതുപോലെ ശ്രീബുദ്ധൻ പറയുന്നു, നിങ്ങളും ഒരു ജയിലിൽ കിടക്കുകയാണ്, ആ തടവറയിൽ കിടക്കുകയാണ്. നിങ്ങളെല്ലാം ഒരു ജയിലിലാണ്. അതിൽ നിങ്ങൾ ഭയങ്കര സന്തുഷ്ടരാണ്. കാരണം ഈ ജയിലിൽ കിടക്കുന്ന നിങ്ങൾക്ക് മദ്യപിക്കാം, വ്യഭിചരിക്കാം, നുണ പറയാം, വഴക്കുകൂടാം, മറ്റുള്ളവരോട് കോപിക്കാം, പണം സമ്പാദിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാം, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, നന്നായിട്ട് പാപങ്ങൾ ചെയ്യാം. എന്നിട്ട് ആ പാപങ്ങൾ ഇറക്കി വെക്കുന്നതിന് വേണ്ടി നമുക്ക് അമ്പലങ്ങളുണ്ട്, അല്ലെങ്കിൽ പള്ളികളുണ്ട്, നേർച്ച പെട്ടികളുണ്ട്, അർച്ചനകളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ അതങ്ങ് മാറും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, ഇതേ കണക്ക് മദ്യപിക്കുമ്പോഴോ അതല്ലെങ്കിൽ അന്യ സ്ത്രീകളെയൊക്കെ കണ്ട് ആഗ്രഹം തോന്നുമ്പോഴോ അതിലേക്ക് പോകുമ്പോഴോ അദ്ദേഹം പറയും, എന്നോട് ക്ഷമിക്കണേ ഭഗവാനേ, ഞാനും മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ, ദുർബലനാണേ, ഇതെന്നോട് ക്ഷമിക്കണേ. കണ്ടോ, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഓരോ മനുഷ്യനും അതിൻ്റെ തടവറയിലാണ്. ബുദ്ധൻ പറയുന്നു,
നിങ്ങൾക്ക് പ്രകാശത്തെ കാണണമെങ്കിൽ ബുദ്ധൻ ഒരിക്കലും ദൈവം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ദൈവത്തിന് പകരം ബുദ്ധൻ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രകാശം. ബുദ്ധൻ അങ്ങനെയാണ് സിംഹാസനത്തിൽ കാലിൻ്റെ മേലെ കാലും കയറ്റിയിരിക്കുന്ന ഒരു ദൈവം. ഓരോരുത്തരും മരിച്ചു ചെല്ലുമ്പോൾ അവരുടെ പ്രവർത്തികളൊക്കെ കണക്ക് പുസ്തകം നോക്കിയിട്ട് വിധി കൽപ്പിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒന്ന് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, കോടിക്കണക്കിന് ആളുകളുണ്ട്, ഇന്ത്യയിൽ തന്നെ എത്ര പേരുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് ശിക്ഷാവിധി വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നേ ഭ്രാന്ത് പിടിച്ചു പോയേനെ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധൻ ദൈവം എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, പ്രകാശം, അസാമാന്യമായ പ്രകാശം. ഇതിനെയാണ് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ആദി പരാശക്തി എന്ന് വിളിക്കുന്നത്, ആദിയിലെ അപാരമായ ശക്തി. അപ്പൊ ഈ പ്രകാശത്തെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തടവറയിൽ നിന്ന് പുറത്ത് കടക്കണം. അതായത് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, നുണ പറയരുത്, വഴക്ക് കൂടരുത്, കോപിക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന തടവറയുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രകാശത്തെ കാണാൻ പറ്റൂ. ആ പ്രകാശത്തെ ചിലർ പരബ്രഹ്മം എന്ന് വിളിക്കും. ഈ പ്രകാശമാണ് സർവ്വതും. ഈ പ്രകാശത്തെ കിട്ടാൻ വേണ്ടി പ്രാഥമിക സ്റ്റെപ്പുകൾ എന്തല്ല? ആദ്യം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നിരീക്ഷിക്കണം. എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം നിരീക്ഷിച്ച് നോക്കണം. നമ്മളെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇരുന്നാൽ അതെടുത്ത് നമ്മൾ കളയണം. കാരണം എന്തുകൊണ്ട്? എനർജി ലെവൽ വരാൻ അത് തടസ്സമാണ്. ഒരു വീട് നിറയെ കസേരയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് നടക്കാൻ. ആവശ്യത്തിന് മതി. അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഒരു ദിവസം ആളുകളുമായി എത്ര സമയം സംസാരിക്കുന്നു? നിങ്ങൾ ഒരു ദിവസം എത്ര പേരുമായി എത്ര സമയം സംസാരിക്കുന്നു? ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണോ ജീവിതത്തിൽ? അവരോട് അത്രയും സംസാരിച്ചില്ലെങ്കിൽ, അത്രയും നേരം സംസാരിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പവും വരുമോ? അങ്ങനെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇന്ന് അവരടുത്ത് ഇത്രയും സംസാരിച്ചത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇവരോട് ഇത്രയും സംസാരിച്ചത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഈവൻ സ്വന്തം മക്കളോട് പോലും അത്രയും പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിക്കുക, നാളെ മുതൽ ഞാൻ ഈ സംസാരത്തിൻ്റെ രീതി ഇത് ഞാൻ കുറയ്ക്കും. അതേ കണക്ക് നിങ്ങൾ എത്ര തവണ ദേഷ്യപ്പെട്ടു എന്ന് ചിന്തിക്കുക. അത് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു, അത്രയും വേണോ? അത് അനാവശ്യമല്ലേ? ഒരു ദിവസം നിങ്ങൾ എത്ര തവണ മൊബൈൽ നോക്കുന്നു എന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ മൊബൈൽ എടുക്കുന്നു, ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊബൈലിലേക്ക് കയറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എൻ്റെ വീഡിയോ റിലീസാകുന്നു എന്ന് നിങ്ങളെ അറിയിക്കാനാണ്. ആ വീഡിയോ റിലീസാകുന്നു എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറുന്നത് രാത്രി. എനിക്ക് ചിലർ ഗുഡ് നൈറ്റ് അയക്കാറുണ്ട്, ഒരു ഗുഡ് നൈറ്റ് അയക്കാൻ. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും കയറുന്നെങ്കിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അയച്ചിട്ട് അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുക്കാൻ പറയും. ആ സമയത്ത് വേണ്ടി കയറും. അല്ലാതെ ഞാൻ ഈ മൊബൈലിനകത്തേക്ക് കയറാറേ ഇല്ല. കാരണം എന്തുകൊണ്ട്? അത്രയും ഊർജം ഞാൻ ചെലവഴിക്കണ്ട. ഞാൻ ഈ മൊബൈൽ നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് അത്രയ്ക്ക് എന്നിലെ എനർജി നയനത്തിലൂടെ പുറത്തു പോവുകയാണ്. അപ്പം നിങ്ങൾ ഒരു ദിവസം കിടക്കാൻ നേരത്തൊന്ന് ചിന്തിക്കുക, മൊബൈൽ നോക്കണം, ഞാൻ നോക്കണം, പക്ഷേ ഇത്രയും നേരം അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം അനാവശ്യമായി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അടുത്ത ദിവസം അത് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയേ നിങ്ങൾ മറ്റൊരാളായി മാറും. ശ്രീബുദ്ധൻ ഈ ജീവിതത്തെയാണ് സന്യാസം എന്ന പേര് വിളിക്കുന്നത്. ബുദ്ധൻ പറയുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പരിത്യാഗമല്ല, കാവി വസ്ത്രം ഉടുക്കുന്നതുമല്ല, ജീവിതത്തിലെ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് സന്യാസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ജീവിതത്തിലെ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് സന്യാസം. ആ അർത്ഥത്തിലാണെങ്കിൽ ഞാൻ സന്യാസിയാണ്. കാരണം വേറെ എന്തുകൊണ്ട്? ഞാൻ എൻ്റെ ജോലി മാത്രമേ ഞാൻ ചെയ്യൂ.
ഞാൻ അനാവശ്യമായിട്ട് ആരോടും എന്ത് ചെയ്യാറില്ല, സംസാരിക്കാറേ ഇല്ല. പിന്നെ എനിക്ക് വിളിക്കണ ഫോൺ കോള് അതൊക്കെ അറ്റൻഡ് ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്, അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരാൾ വന്നാലും 2 or 3 വാക്ക് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞാൻ അവരെ പറഞ്ഞു വിടാനേ നോക്കത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കണം. ഇതേ കണക്ക് മൊബൈല് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇന്ന് ഞാൻ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. എന്നിട്ട് മാക്സിമം ഞാൻ അതങ്ങ് ഒഴിവാക്കും. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങൾ സന്യാസിയാണെന്ന് ബുദ്ധൻ പറയുന്നു. അല്ലാതെ ജീവിതം മൊത്തം ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല ബുദ്ധന്റെ കണ്ണിൽ സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രകാശത്തെ കാണാൻ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ സന്യാസ ജീവിതം നയിക്കണം. ഓർക്കുക, ബുദ്ധൻ പറയുന്ന സന്യാസം മറ്റുള്ളവർ പറയുന്ന സന്യാസവുമായി വ്യത്യാസമാണ്. ബുദ്ധൻ എന്തു പറഞ്ഞാലും അത് മറ്റുള്ളവർ പറയുന്നതുമായി വ്യത്യാസമാണ്, അല്ലേ? അതായത് ബുദ്ധൻ ദൈവമെന്ന വാക്കുപോലും ഉച്ചരിക്കാതെ ദൈവീകതയെക്കുറിച്ച് പറയുന്ന സത്യസന്ധനായ ഒരേ ഒരു ദൈവമാണ് ആരെന്ന് പറയുന്നത്, ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. പിന്നെ ശ്രീബുദ്ധൻ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ കൊല്ലരുത്. ഈ കൊല്ലരുത് എന്ന് പറയുന്നത് 2 സെൻസിലാണ്. ഒന്നാമത്തെ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പല്ലി, പാറ്റ തുടങ്ങി ഒന്നിനെയും കൊല്ലരുത്. ഇവിടെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് കൊല്ലരുതെന്നല്ല, കൊല്ലാൻ പ്രോത്സാഹനം കൊടുക്കരുത്. അതെന്താണ് ഈ കൊല്ലാൻ പ്രോത്സാഹനം കൊടുക്കരുത്? നിങ്ങൾ മത്സ്യം ഭക്ഷിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ മത്സ്യം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് മുക്കുവരും മറ്റും കടലിൽ പോയി അവിടെ ജീവനോടെ കിടന്ന് ഓടിക്കളിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ മക്കളും ഒക്കെ ഉള്ള അവരെ സ്നേഹിക്കുന്ന മീനുകളെ പിടിച്ചുകൊണ്ട് വരുന്നത്. സത്യത്തിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ കൊല്ലുന്നില്ല എന്ന്. നിങ്ങൾ നേരിട്ട് കൊല്ലുന്നില്ല, പക്ഷെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു. പ്രേരണാകുറ്റം വളരെ വലുതാണ്. നിങ്ങൾ കോഴിയെ തിന്നുന്നത് കൊണ്ടാണ് പാവം കോഴിയെ ഇങ്ങനെ കൊന്നു കളയുന്നത്. നിങ്ങൾ ബീഫും മറ്റും കഴിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ വന്നിട്ട് ആ പിന്നെ പശുവിനെയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പശുവിനെയും കാളയെയും ആടിനെയും ഒക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പച്ച ജീവനോടെ അതിൻ്റെ മുമ്പേ വന്ന് അതിനെ വെട്ടിക്കൊല്ലുകയാണ്. സത്യത്തിൽ ആ കൊല്ലുന്നവൻ്റെ അത്രയും പാപം ഇത് തിന്നുന്നവനുമുണ്ട്. അല്ലാതെ കൊന്നാൽ പാപം തിന്നാ തീരും എന്നൊക്കെ പറയുന്നത് സ്വയം ആശ്വസിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബുദ്ധൻ കൊല്ലരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കൊല്ലരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം മറ്റൊരാൾക്ക് കൊല്ലാനുള്ള പ്രേരണ ഉണ്ടാകരുത്. നിങ്ങൾ വെജിറ്റേറിയനിലേക്ക് പോവുക എന്ന് ഇൻഡയറക്റ്റിൽ പറയാം. ഇതാണ് ബുദ്ധൻ പറയുന്നത്. നിങ്ങൾ മത്സ്യം തിന്നുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പിടിച്ച് കരക്കിട്ട് അത് പിടഞ്ഞു മരിക്കാൻ ഇടയാകുന്നത്. നിങ്ങൾ കോഴിയും മറ്റു മാംസങ്ങളും തിന്നുന്നത് കൊണ്ട് മാത്രമാണ് നിരവധി കോഴിക്കടകൾ വരികയും അവർ കൊല്ലുകയും ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ, ആ പ്രകാശം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ആരെയും കൊല്ലരുത്, കൊല്ലാൻ പ്രേരിപ്പിക്കരുത്. ഇനി മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. ചിലർ മറ്റുള്ളവരെ കൊല്ലുന്ന വർത്തമാനം പറഞ്ഞത് ഇങ്ങനെയാണ്. ചിലരങ്ങ് പറഞ്ഞ് നമ്മളിപ്പോൾ കൊല്ലുന്ന വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളങ്ങ് തകർന്ന് മാനസികമായി തരിപ്പണമായി പോകും. അല്ലാതെ അയാളെ പിന്നെ കത്തി കൊണ്ട് കൊല്ലുക എന്നല്ല, വാക്കുകൾ കൊണ്ട് നിങ്ങൾ കൊന്നുകളയും. പിന്നെ ചിലരാകട്ടെ അതിക്രൂരമായി സംസാരിക്കുമ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അത് കേട്ട് സഹിക്കാൻ വയ്യാതെ പോയി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം മറ്റൊരാൾക്ക് ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്നതും കൊല്ലിൽപ്പെടുന്നു. 2, മറ്റുള്ളവരെ കൊല്ലാതെ കൊല്ലുന്ന, മാനസികമായി തകർക്കുന്ന വാക്കുകൾ അത് പറയരുത്. ഓർമ്മിക്കുക, ബുദ്ധൻ തീർത്തു പറയുന്നു, ഇതൊന്നും ചെയ്യുന്നവൻ ദൈവത്തെ കാണില്ല, ആ പ്രകാശം കിട്ടില്ല, ബ്രഹ്മസത്യം ഒരിക്കലും അറിയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും ലൗകിക സുഖങ്ങൾ കിട്ടും, പക്ഷേ പരമമായ മോക്ഷം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഇന്നു തൊട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയും പല്ലിയെയും അതിനെ കൊല്ലാതിരിക്കുക മാത്രമല്ല, കൊല്ലുന്ന വർത്തമാനം പറയരുത്. മറ്റുള്ളവർ കൊല്ലുന്ന സാധനത്തെ വാങ്ങിച്ചു തിന്നരുത്. ഇതാണ് ബുദ്ധൻ പറയുന്നത്. പിന്നെ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങളൊരു നുണയനാകരുത്, സത്യസന്ധനായിരിക്കണം.
വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ് സത്യസന്ധനാവുക. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സത്യസന്ധനാകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകാം. നോക്കൂ, ഒരു സത്യസന്ധനായ മനുഷ്യന് എപ്പോഴും അയാളുടെ ഭാര്യയോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ പറയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ചിലപ്പോൾ പറയും നിന്നോട് എനിക്ക് ഇപ്പം സ്നേഹമില്ല, ചിലപ്പോൾ പറയും നിന്നെ ഞാൻ വെറുക്കുന്നു. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രതികരണം എന്താണെന്ന് ആലോചിച്ച് ചോദിക്കണം. ഇതുപോലെ ഒരു സ്ത്രീക്കും എപ്പോഴും സത്യസന്ധമായിട്ട് സത്യസന്ധം മാത്രമേ പറയൂ എങ്കിൽ അതേ ചേട്ടനെ ഞാൻ സ്നേഹിക്കുന്നു. പിന്നെ ചില സമയത്ത് ആ സ്ത്രീക്ക് പാത്രങ്ങളും കയ്യിലിരിക്കുന്ന പ്ലേറ്റും ഒക്കെ എറിഞ്ഞുടയ്ക്കാൻ തോന്നും. അവർ സത്യസന്ധയാണെങ്കിൽ ആ തോന്നുന്ന ആ നിമിഷം തന്നെ എറിഞ്ഞുടയ്ക്കും, അല്ലെങ്കിൽ പറയും. പക്ഷെ അവർ കടിച്ചമർത്തും, തിരിച്ചു ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. മനസ്സിലായ? അപ്പൊ എനിക്കറിയാം, എന്നോട് പണ്ട് പഠിച്ച ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് എപ്പോഴും അവരെ പുച്ഛിച്ച് സംസാരിക്കും. അവരെന്ത് ചെയ്താലും ഒരു ഇത് പറയില്ല. ചിലപ്പോൾ നല്ല സുന്ദരൻ അടിയും കൊടുക്കും. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ സ്ത്രീക്ക് അവരുടെ പിതാവാണ്. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്തോ കാര്യം പറഞ്ഞ് ഇവർക്കൊരു അടിയും കൊടുത്തിട്ട് പറഞ്ഞു, ഈ അടി നിന്റെ തന്തയ്ക്കാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അച്ഛനെ ഒരുപാട് പറഞ്ഞു. ഇവർക്കങ്ങ് സങ്കടമായി. അപ്പൊ ഇവർ സത്യസന്ധയാണെങ്കിൽ ആ സമയത്ത് അവരങ്ങനെ പ്രതികരിക്കണം. മറിച്ച് അവരെന്ത് ചെയ്തു, തിരിച്ച് അവർ ചെയ്ത പരിപാടി ഇതിങ്ങനെ അമർത്തി വെച്ചിട്ട് അന്നത്തെ ദിവസം ഇയാൾ കുറെ കഴിഞ്ഞ് ചായ ചോദിച്ചപ്പോൾ ഇവർ ചായ എടുത്തിട്ട് അതിനകത്ത് എന്നും പറഞ്ഞ് നല്ല സുന്ദരമായി തുപ്പിയിട്ടിട്ട് അത് ആറ്റി. എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ്. ഒരു കാര്യം വന്നപ്പോൾ സന്ദർഭം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ആറ്റിയിട്ട് ഭർത്താവിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, സാറേ സത്യം പറയാമല്ലോ, സാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും അയാൾ അത് കുടിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണ്ടേ. അതുപോലെ തന്നെ ദോശ ഇട്ടപ്പോഴും കാരണം അത്രയ്ക്ക് കരിയായിരുന്നു. കാരണം അട്ടി അവർക്ക് അത്രയ്ക്ക് കൊടുത്ത് അവരെ മൂക്കി നിച്ചിരി ചോരയും വന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അവരെ അച്ഛനെയും കൂടെ പറഞ്ഞു. ദോശ ചുട്ടപ്പോഴും ഇതേ കണക്ക് തുപ്പി ഒഴിച്ചിട്ട് പരത്തി കൊടുത്തു. എന്നിട്ട് ഈ സംഗതി ഭർത്താവ് അത് അടിക്കുന്നത് അവർ സംതൃപ്തിയോടുകൂടി നോക്കി നിന്നു. സത്യസന്ധയാണെങ്കിൽ അപ്പോൾ പറയേണ്ടി വരും, ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ നിങ്ങൾ സത്യസന്ധനായി ജീവിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എത്ര ബുദ്ധിമുട്ട് കഴിച്ചാലും നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുക, കള്ളങ്ങൾ പറയാതിരിക്കുക. ഇതാണ് ബുദ്ധൻ പറയുന്നത്. അപ്പൊ ബുദ്ധൻ പറയുന്നു, ഒന്ന് സന്യാസ തുല്യമായ ജീവിതം. സന്യാസി എന്ന് പറഞ്ഞാൽ മനസ്സിലായാല് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന അനാവശ്യ കാര്യങ്ങള്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലരുത്. നിങ്ങൾ കൊല്ലരുതെന്ന് മാത്രമല്ല, മറ്റുള്ളവർ കൊല്ലുന്നത് വാങ്ങിച്ച് കഴിക്കുകയോ അങ്ങനെ കൊല്ലുന്ന വർത്തമാനം പറയുകയോ ചെയ്യരുത്. പിന്നെ നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങൾ സത്യസന്ധമായി ജീവിക്കണം. 4, മോഷ്ടിക്കരുത്. അടുത്തത് മോഷ്ടിക്കരുത്. മോഷ്ടിക്കുക എന്ന് ബുദ്ധൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഷണമല്ല. ഇവിടെ മോഷ്ടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും മറ്റുള്ളവർ എഴുതി വച്ചിരിക്കുന്ന ആ അറിവ് ഇങ്ങോട്ട് എടുക്കുകയും എന്നിട്ട് നിങ്ങൾ ബുദ്ധിമാനാണെന്ന് ഭാവിക്കുകയും അത് വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു മതക്കാരുടെയും എല്ലാം ഒരു ഇതാണ്. ഹിന്ദുക്കളാണെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിച്ചു ആ അറിവ് മോഷ്ടിച്ചെടുത്തിട്ട് ആ അറിവിൻ്റെ പുറത്തുകൂടെ ജീവിക്കും. ബുദ്ധൻ പറയുന്നു, യഥാർത്ഥ പ്രകാശത്തെ കിട്ടാൻ, ബ്രഹ്മജ്ഞാനത്തെ കിട്ടാൻ ഒരു മതഗ്രന്ഥങ്ങളും നിങ്ങളെ സഹായിക്കില്ല. കാരണം ബുദ്ധൻ 6 വർഷക്കാലം മതഗ്രന്ഥങ്ങൾ പറഞ്ഞതനുസരിച്ചു പരിശീലനം നടത്തി. ഓർമ്മ വെക്കുക, 6 വർഷം. അതാ ഞാൻ പറഞ്ഞ ശ്രീബുദ്ധനെ പോലെ സത്യസന്ധനായ ഒരു ദൈവം ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരൊക്കെ മനസ്സിനെ അപഗ്രഥിച്ചു കാര്യങ്ങൾ പറയുകയാണ്. ശ്രീകൃഷ്ണ അവതാരത്തിൽ പോലും കൃഷ്ണൻ പോലും നമ്മളെ അപഗ്രഥിച്ചു കാര്യങ്ങൾ പറയുന്നു. ആത്മാവെന്ത്, ശരീരമെന്ത്, ഭഗവത്ഗീത അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ ആ മോക്ഷത്തിലേക്കുള്ള കൃത്യമായ വഴി പറഞ്ഞിട്ടില്ല എന്ന് കൃഷ്ണ ഭഗവാന് തോന്നിയതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ജന്മവും കൂടെ എടുത്ത് ബുദ്ധനായി വന്ന് ആ കൃഷ്ണ അവതാരത്തിലെ കുറവ് പരിഹരിക്കാനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ശ്രീബുദ്ധൻ പറഞ്ഞു 6 വർഷക്കാലം മതഗ്രന്ഥങ്ങൾ പറഞ്ഞതനുസരിച്ചും ഗുരുക്കന്മാര് പറഞ്ഞതനുസരിച്ചും പ്രവർത്തിച്ചിട്ട് ഒരു കാരണവശാലും മോക്ഷം കിട്ടിയില്ല. അതോടെ ബുദ്ധൻ സകല മതഗ്രന്ഥങ്ങളെയും ഉപേക്ഷിച്ചു. ബുദ്ധന് മനസ്സിലായി, ഞാൻ തന്നെയാണ് സ്വയം കണ്ടെത്തേണ്ടത് ദൈവത്തെ, അല്ലാതെ ഒരു മതഗ്രന്ഥങ്ങളും നമ്മളെ സഹായിക്കില്ല.
ബുദ്ധൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അടിവരയിടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ലൗകിക സുഖം വേണോ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ അതിന് ദൈവവും നല്ല ബുദ്ധൻ പറയുന്നത്, മനസ്സിലായില്ലേ? അത് ദേവതകളാണ്, അവരെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ, ലൗകിക സുഖം കിട്ടും. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അനുസരിച്ച് മോക്ഷം അവനവൻ സ്വയം കണ്ടെത്തണം എന്ന രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ മതഗ്രന്ഥങ്ങൾ വായിച്ച് പണ്ഡിതനാകാൻ ശ്രമിക്കാതെ ആ പാണ്ഡിത്യത്തിലൂടെ നിങ്ങൾ അഹങ്കാരിയായിട്ട് അതിലെ വാക്കുകൾ ഉദ്ധരിച്ച് ഒന്നും അറിയാത്ത പാവങ്ങളെ കുറെ സംസ്കൃത ശ്ലോകങ്ങളും ഒക്കെ പറഞ്ഞ് വിരട്ടി നിർത്തുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്വാമിമാരും അങ്ങനെ തന്നെയാണ്. പല സ്വാമിമാരും വന്നിട്ട് തർക്കത്തിനൊക്കെ വരുമ്പോഴേക്കും 2 സംസ്കൃത ശ്ലോകമൊക്കെ അടിച്ച് മറ്റുള്ളവരെ വിരട്ടും. നമ്മൾ ഈ ടി വിയിൽ തന്നെ ആൾക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില സ്വാമിമാരുണ്ട്, വന്നതിന് ശേഷം എന്താ ചെയ്യുന്നത്? 2 സംസ്കൃത ശ്ലോകം അടിച്ച ആളുകളെ വിരട്ടും. അവരെക്കുറിച്ചാണ് ശ്രീബുദ്ധൻ പറയുന്നത്, ഇവന്മാരെ സൂക്ഷിക്കുക, കാരണം ഇവന്മാര് മോഷ്ടാക്കളാണ്. അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്വാമിമാര് കാവ്യ വസ്ത്രവും ധരിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് രാഷ്ട്രീയക്കാരുമാരുമായിട്ട് തർക്കിക്കാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ശ്ലോകങ്ങൾ അടിച്ച് 2-3 സംസ്കൃത ശ്ലോകങ്ങളും അടിക്കും. കാരണം ഇതെല്ലാവർക്കും അറിയില്ലല്ലോ, ഈ സ്വാമിമാർ മോഷ്ടിക്കുന്നവരാണ്. മറ്റ് വേദങ്ങളിലും മറ്റും പറഞ്ഞ മോഷ്ടിക്കുന്നു. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, മോഷ്ടിക്കാതെ നിങ്ങൾ വേദങ്ങളൊക്കെ എടുത്ത് അയ്യത്ത് കളാം. മതഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാൽ ആ പ്രകാശം കാണാൻ പറ്റത്തില്ല, പക്ഷേ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി ബുദ്ധൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യഭിചരിക്കരുത്. ഓർമ്മിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരമല്ല ബുദ്ധൻ ഉദ്ദേശിക്കുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പ്രണയം അല്പം പോലും ഇല്ലാതെ സെക്സിൽ ഏർപ്പെടുന്നതിനെയാണ് വ്യഭിചാരം എന്ന പേര് വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പരസ്ത്രീ സംഗമം, അന്യന്റെ ഭാര്യാ സംഗമം അതല്ല. പ്രണയമില്ലാതെ സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ പേരും വ്യഭിചാരമാണെന്നറിയുക. യാതൊരു വികാരങ്ങളുമില്ലാതെ യാതൊരു പ്രണയവുമില്ലാതെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ശരീരം അങ്ങ് കൊടുക്കുകയാണ്. ഒരു ഭാര്യ വഴങ്ങി കൊടുക്കുകയാണ്. അവർക്ക് പ്രണയം വന്നിട്ടല്ല അയാളെ ആലിംഗനം ചെയ്യുന്നത്, പ്രണയം വന്നിട്ടല്ല അയാളെ ഉമ്മ കൊടുക്കുന്നത്, പ്രണയം വന്നിട്ടല്ല അയാൾക്ക് വഴങ്ങി കൊടുക്കുന്നത് എങ്കിൽ അവിടെ നടക്കുന്നത് വ്യഭിചാരമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഭാര്യാഭർത്തൃ ബന്ധമാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നത് വ്യഭിചാരം എന്ന് പറയുന്നത് പ്രണയമില്ലാതെ ആരൊക്കെ സെക്സിൽ ഏർപ്പെടുന്നു, അത് ഭാര്യയും ഭർത്താവുമായാലും അതിൻ്റെ പേര് വ്യഭിചാരമാണ്. പ്രണയം കൊണ്ട് തിളയ്ക്കുമ്പോൾ മാത്രം ലൗകികമായ മനുഷ്യ നീ ബന്ധത്തിൽ ഏർപ്പെടൂ. അപ്പൊ ബുദ്ധൻ ഒന്നിനെയും കളയാനോ അമർത്തി വയ്ക്കാനോ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ നിയന്ത്രിക്കാനാ പറയുന്നത്. ഒന്നും കളയാൻ ബുദ്ധൻ പറയുന്നില്ല, മനസ്സിലേ? ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കേണ്ട, ബുദ്ധൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിനെ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. മൊബൈൽ ഉപയോഗിക്കേണ്ട എന്നല്ല ബുദ്ധൻ പറയുന്നത്, വളരെ ആവശ്യത്തിന്. മറ്റുള്ളവരുമായി സംസാരിക്കേണ്ട എന്ന് ബുദ്ധൻ പറയുന്നില്ല. ആവശ്യത്തിന്, അനാവശ്യമായിട്ടുള്ളതെല്ലാം നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക. അതേ കണക്ക് തന്നെ കൊല്ലരുതേ, അത് പതുക്കെ പ്രാക്ടീസിലേക്ക് വരിക. കള്ളം പറയാതിരിക്കാൻ പതുക്കെ ശ്രമിച്ചു വരിക. പിന്നെ നിങ്ങളുടേതായ സ്ത്രീ സുഖം അത് വേണ്ടെന്നൊന്നും ബുദ്ധൻ പറയുന്നില്ല. പക്ഷേ പ്രണയമില്ലാതെ, പ്രണയം വരുമ്പോൾ മാത്രം ലൗകികമായ മനുഷ്യ നിങ്ങൾ ഇതിൽ ഏർപ്പെടൂ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും നിനക്ക് ആ പ്രകാശത്തെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധന്റെ ആ ലാസ്റ്റ് വരി പറയുന്നത്, ശുദ്ധിയോടെ, നിസ്സംഗതയോടെ, ഊർജസ്വലതയോടെ അയാൾ പ്രകാശത്തെ കാണുന്നു. അപ്പൊ പ്രകാശത്തെ കാണാനുള്ള ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളാണ് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ, പ്രകാശം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, ബ്രഹ്മസത്യം, പ്രപഞ്ച രഹസ്യം അറിയാനുള്ള ആദ്യത്തെ സംഭവം ഇതമാണ്. നിങ്ങൾ ഒരു തടവറയിൽ കിടക്കുന്നു, അതിൽ നിന്ന് പുറത്തു വരിക. അപ്പൊ ആ പ്രകാശത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന മദ്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യഭിചാരത്തെ ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾ പറയുന്ന നുണകളെ ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾക്കിഷ്ടമുള്ള പല ഭക്ഷണ സാധനങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ
ആ തടവറയിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇച്ചിരി ഒന്ന് പുറത്ത് കിടന്നാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് തോന്നും. ഏതുപോലെ ജയിലിൽ കിടക്കുന്നവനെ പുറത്ത് വിട്ടാലും അവനങ്ങ് തിരിച്ചകത്ത് പോയി ആ സുഖം അനുഭവിക്കണം. അതുപോലെ ഇറച്ചിയും മീനും ഒക്കെ തിന്നു കിടക്കുന്ന നിങ്ങൾക്ക്, ഇഷ്ടഭക്ഷണം തിന്നുന്ന നിങ്ങൾക്ക്, മദ്യം കഴിക്കുന്ന നിങ്ങൾക്ക്, വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പലർക്കും, എല്ലാവരും ഞാൻ പറയുന്നില്ല, പിന്നെ അതൊക്കെ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കാൻ നമുക്ക് മടി വരും. ഇച്ചിരി നാള് കടിച്ചു പിടിച്ചെന്ന് ഉപേക്ഷിച്ചാലും ഉടനെ തിരിച്ചു വരും ആ തടവറയിലേക്ക്. അതാ ബുദ്ധൻ പറഞ്ഞു. ഇപ്പം ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നവർ കണ്ടിട്ടില്ലേ? 41 ദിവസം അവര് കടിച്ചു പിടിച്ച് നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ 41 ദിവസം അവര് സ്വയം തീർത്ത തടവറയിൽ നിന്ന് പുറത്തു വരും. 41ാം ദിവസം കഴിഞ്ഞാൽ തിരിച്ചാ പഴയ ജയിലിലേക്ക് ഒറ്റ ഓട്ടമാണ്. ശബരിമലയിൽ നിന്ന് ഇറങ്ങി മാല ഊരി പമ്പയാറ്റി കളഞ്ഞ് വരുന്ന വഴിക്കുള്ള ആദ്യത്തെ കള്ള് ഷാപ്പിലോ ആദ്യം നല്ല 1ാം ദിനം പൊരിച്ച മീൻ കിട്ടുന്ന കടയുടെ മുമ്പിലോ നിൽക്കും. കണ്ടില്ലേ? ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള ജീവിതം ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രകാശത്തെ കണ്ടെത്താനുള്ള ശ്രമം ദുഷ്കരമാണ്. പക്ഷേ ദുഷ്കരമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവൻ നിശ്ചയമായും പ്രകാശത്തെ കണ്ടെത്തും. അപ്പോൾ ജയിൽ പുള്ളികൾ ജയിലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ തീർത്ത ജയിലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു. പുറത്തിറങ്ങിയാലും ഉടൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുക. ബുദ്ധൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യുക. നിശ്ചയമായും നിങ്ങൾക്ക് പരബ്രഹ്മമെന്ന സത്യം, ആ പ്രകാശം കാണുമാറാകട്ടെ. ബുദ്ധ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.